ടൂൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പിന്നെ ഗ്യാസ് സ്റ്റേഷനിൽ ഇങ്ങനെ ചെറിയ ചെറിയ ജോലിയെല്ലാം കഴിഞ്ഞാണ് 91 ഇങ്ങനെ അവിടെ ആളെ ഇങ്ങനൊരു കോഴ്സ് ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ഫിസിക്കൽ തെറപ്പി അന്ന് 2-3 വർഷം എടുത്താൽ മതി അത് ഫിസിക്കൽ തെറപ്പി ഒക്കെ കിട്ടാൻ. അതിങ്ങനെ 2-3 കോഴ്സുകൾ ഫിസിക്കൽ തെറപ്പി വേണോ എക്സ്റേ വേണോ ഇങ്ങനെല്ലാം നോക്കിയപ്പോഴത്തേക്കിന് നമുക്കാണെങ്കിൽ ഇവിടെ വന്ന് പിള്ളേരും ആയി ഒരുത്തം നാട്ടിൽ വെച്ച് ഇട്ടേച്ച് കുറേ ആൾ കഴിഞ്ഞ് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ പോയി ഇതിൻ്റെ ഇടയിൽ അത് അഡ്മിഷൻ കിട്ടി കഴിഞ്ഞപ്പോൾ അത് പഠിക്കാനായിട്ട് പോയി ഹോസ്പിറ്റൽ ബേസ്ഡ് പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ചെല്ലുന്ന ദിവസം മുതലേ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങും പിന്നെ ക്ലാസ് 2 വർഷം അത് പാസ്സായി കഴിഞ്ഞാണ് റെഡി. അതെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുകളിലെ സർവ്വ റേഡിയോളജി വിഭാഗങ്ങളുമായിട്ടും നമുക്ക് റൊട്ടേഷൻ ഉണ്ട്. അതായത് എക്സ്റേ, CT സ്കാന്, MRI, പിന്നെ അൾട്രാസൗണ്ട്, സർവ്വ രീതിയിലുള്ള എല്ലാം ഇതിനകത്ത് വരും. അപ്പം അതിനകത്തെല്ലാം ഓരോ നമുക്ക് റൊട്ടേഷൻ തരും. പ്രാക്ടിക്കലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക. പിന്നെ ക്ലാസ്സിൻ്റെ ടൈം വേറെ. അന്ന് UT സൗത്ത് വെസ്റ്റ് ആണല്ലേ യൂണിവേഴ്സിറ്റി, അതെല്ലാം ഞങ്ങൾക്ക് പോകണം. ചിൽഡ്രൻസ് ഹോസ്പിറ്റലും എല്ലാം ഞങ്ങൾക്ക് പോകണമായിരുന്നു. അങ്ങനെ പിന്നെ എക്സ്റേ ടെക് ആയിട്ട് ആദ്യം തുടങ്ങി. പിന്നെ 1 കൊല്ലം പോയി MRI പഠിച്ചു. അതിൻ്റെ MRI പഠിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഈ ക്രോസ് സെക്ഷൻ അനാറ്റമി എല്ലാം പഠിക്കണം. അപ്പോൾ അതെല്ലാം പഠിച്ചു. അങ്ങനെ 2 കൊല്ലം എക്സ്റേയും പഠിച്ചു. പിന്നെ 1 കൊല്ലം MRIയും പഠിച്ചു. MRIയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ കോവിഡ് വന്നത്. അങ്ങനെ പിന്നെ ലിറ്ററേച്ചറിൽ പോയ ഒരാള് അമേരിക്ക വന്ന് CT സ്കാൻ, MT സ്കാൻ ഇതൊക്കെ MRI ഒക്കെ പഠിക്കുക, ഈ ക്രോസ് സെക്ഷൻ ഒക്കെ പറഞ്ഞപ്പോഴേ ഈ ബോൺസിൻ്റെ നെർവ്സിൻ്റെ ഇതൊക്കെ ഇതെല്ലാം എനിക്കറിയാം. മാത്രം പഠിച്ചാൽ ഇതൊക്കെ ഒന്ന് ലെവലാകുന്നു. ഈ എക്സ്റേ പഠിക്കണമെങ്കിൽ തന്നെ ഒത്തിരി പഠിക്കാൻ. പിന്നെ പൊതുവേ ഉള്ള ഒരുമാതിരിപ്പെട്ട ബേസിക് ആയിട്ടുള്ള എല്ലാം പഠിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ MRI പഠിക്കണമെന്നല്ല, അതിന് പ്രീ റെക്വിസിറ്റ് ആണ് ക്രോസ് സെക്ഷൻ അനാറ്റമി പാസ്സായാലും ഇതും കാരണം ഇത് ഫിലിം കണ്ടാൽ അറിയട്ടെ. അങ്ങനെ അതും പഠിച്ചെടുത്തു. ജയിച്ചു കഴിഞ്ഞാണ് MRI. ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, സത്യമായി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു. ഞാൻ ഈ ശാസ്ത്രമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഞാൻ പറയില്ലേ, ചേട്ടൻ M.Com CIB ആണ്. ബാങ്കിൽ പഠിച്ച് 10-16 വർഷം ഫെഡറൽ ബാങ്കിൽ ജോലി ചെയ്ത് മാനേജർ, സീനിയർ മാനേജർ ഇരുന്ന ആളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ബാങ്കിൽ നിന്ന് ഇവിടുത്തെ ജോലിക്ക് തന്നെ $10, $11 ബാങ്കിൽ പോലും ജോലി ചെയ്തു. പിന്നെ ചേട്ടൻ പഠിച്ച് ഇതുപോലെ എക്സ്റേ, MRI ഒക്കെ പഠിച്ച് ഞാൻ പറഞ്ഞില്ല. ഇവിടെ വന്നപ്പോഴത്തേന് ആദ്യം തുടങ്ങിയത് പിന്നെ പറഞ്ഞാൽ ഒരുമാതിരി നാണക്കേടായിട്ട് തോന്നും. പക്ഷേ അന്ന് നമുക്കിവിടെ നിലനിൽക്കേണ്ട കാര്യം എന്നെ ചേട്ടത്തിയാണ് കൊണ്ടുവന്നു. ചേട്ടത്തിയും ചേട്ടനും അവരുടെ ഫാമിലി പിന്നെ അനിയത്തിമാർക്കും ആങ്ങൾക്കും എല്ലാം കൂടെ അവർ ഫയൽ ചെയ്തു. ഞങ്ങളെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് 3 മാസം തികയുന്നതിന് മുമ്പേ ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് ഞങ്ങൾക്ക് താമസിപ്പിച്ചു. ഡാളത്തിൽ ഈ 3 മാസം തികയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ വീട്ടിൽ നിന്ന് മാറ്റി അപ്പാർട്ട്മെന്റ് എടുത്തു തന്നു. ആ വാടക കൊടുത്തിട്ട് അപ്പാർട്ട്മെന്റിന്റെ വാടക കൊടുത്തു. ഒരു കാറും മേടിച്ചു. പുള്ളി ആ മേടിച്ചു തന്നു. മന്ത്ലി പേയ്മെന്റ് അങ്ങോട്ട് കൊടുക്കണം. ഇതെല്ലാം കൊടുക്കുന്നത് എവിടെ പോകും? നമുക്ക് അന്ന് അലിഞ്ഞു നിന്ന് നടന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഭാഷ വല്ലതും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടുത്തെ ആദ്യമൊന്നും ഒരു പിടിയും കിട്ടത്തില്ല. എവിടെയെങ്കിലും കയറണ്ട, കാര്യം കിട്ടണ്ടേ. അതിനുവേണ്ടി കൊണ്ട് പുള്ളിക്കാർക്ക് ഞങ്ങളെ കൊണ്ട് നടന്നു നോക്കാം. കാര്യം നമുക്ക് ഇവിടെ പോകാൻ വല്ലതും അറിയാം. അങ്ങനെ കൊണ്ട് നടന്നു. ആദ്യം തുടങ്ങിയ ഒരു പ്ലാസ്റ്റിക് കമ്പനിയിൽ $4.5 പണി എന്നാന്ന് ചോദിച്ചാൽ ഒരു 110 ഡിഗ്രി ടെമ്പറേച്ചറിനകത്ത് പിന്നെ കാട്ടൺ പോലെ സാധനമുണ്ട്. അതിങ്ങനെ മോൾഡ് ചെയ്യുന്നത് പുറത്തോട്ട് വരും. അതിൻ്റെ ഏറ്റവും മൂലമൊക്കെ ചിരണ്ടി മിനുക്കി എടുക്കണം. ഇതാണ് നമ്മളെ അത്. എന്നിട്ട് ഈ ഡാമേജ് വന്ന ബോക്സ് എല്ലാം കൂടെ പൊട്ടി ഇതിനകത്തിട്ട് പൊടിക്കണം. പിന്നെ പണി കഴിഞ്ഞാൽ ചിറങ്ങി വരുമ്പോൾ ഒരു കാട്ടുപാക്കാൻ നിൽക്കുന്നത് 110 ഡിഗ്രിക്ക് ചൂട്. ഞാൻ പാൻസ് മാത്രം ഇട്ടുകൊണ്ട് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് അവിടെ ലിറ്ററേച്ചറും പഠിച്ച് കണ്ടക്ടറും ഒക്കെ ആയിട്ട് വന്നിട്ട് $1 ശമ്പളത്തിനായി ഞാനിവിടെ തുടങ്ങിയത്. എനിക്ക് പണിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അന്നാലും ഉണ്ടല്ലോ, നമുക്ക് സ്വന്തം കാര്യം നിൽക്കണം. ഞാൻ അതിനെപ്പറ്റി ഒരു കഥ എഴുതിയിട്ടുണ്ട്. വായിച്ചിട്ട് പിന്നെ വായിക്കാം. അടിജീവിതമല്ല, പിന്നെ പിതാവ് പുത്രൻ എന്നും പറഞ്ഞൊരു കഥ. അതാ ബേസിക്കലി ഈ ഇതെല്ലാം ഒരുമാതിരി എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അന്നും നിർബന്ധം നമ്മുടെ വാശി എന്താണെന്ന് വെച്ചാൽ വീട്ടിലോ ഞാൻ പണ്ട് മുതലേ ഒരു സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹക്കാരൻ. അപ്പൻ്റെയോ ആരുടെയോ സ്വത്ത് മേടിച്ചോ അല്ലെങ്കിൽ അവരുടെ പിന്നെ കാശ് കൊണ്ടോ ജീവിക്കണമെന്നുള്ള ആഗ്രഹം. എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരൻ.
അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടും എടുത്തിട്ട് ഇനി അവരുടെ ഒന്നും ഇതിനകത്തൊന്നും നമുക്ക് എഴുതേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോയി ഇപ്പോൾ പണി ചെയ്തു. പിന്നെ കുറേ നാള് ഞാൻ ചെയ്യാത്ത ജോലികൾ ചെയ്യാൻ പറഞ്ഞു ചുരുക്കുക. ഒരു വർഷം ഈ ഗ്യാസ് സ്റ്റേഷനിൽ നിന്നും പറഞ്ഞു. ഇത് കഴിഞ്ഞു പിന്നെ ഗ്യാസ് സ്റ്റേഷനിൽ നൈറ്റ് ഷിഫ്റ്റ് തേർഡ് ഷിഫ്റ്റ് 10 മുതൽ രാവിലെ 6 മണി അതായത് എന്തോ അതിന് പറയുന്നത് ഗ്രേവ് യാർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതിന് പറയുന്ന പേര് രാത്രി പിന്നെ 11 തൊട്ട് അങ്ങനെ ഉണ്ടാവും, 7 മണി വരെ അങ്ങനെ ഉണ്ടാവും, 11 അങ്ങനെയുണ്ട്. ആ സമയത്ത് എന്തോ പ്രധാന പണി എന്തോ ആ സമയത്ത് പ്രധാന പണി തന്നെ ഗ്യാസ് സ്റ്റേഷൻ ക്ലീനിങ് ആണോ? അല്ല, ഗ്യാസ് സ്റ്റേഷന് വേറെ ആരും ഇല്ല. എനിക്ക് നമ്മള് കൗണ്ടറില്ല ഈ ഷിഫ്റ്റില് സർവ്വതും കൗണ്ടർ മാത്രമല്ല, കൗണ്ടറിൽ വരുന്നവരുടെ കാശും ഇതെല്ലാം മേടിക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബാക്ക് റൂമിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും എല്ലാം ചെയ്യണം. ഇത് കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ടിറങ്ങി അവിടെ നിൽക്കുന്ന ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കണം. ബാത്റൂമിനകത്ത് ഈ പെൺപിള്ളേരും ആൺപിള്ളേരും എല്ലാം വന്ന പരിപാടി തടി എല്ലാം അവിടെ നീടിലും ഇതെല്ലാം ഇട്ട് കോണ്ടവും എല്ലാം ഇട്ട് ചെറുമാര് സ്ഥലം നമ്മൾ പറഞ്ഞാൽ വല്ലതും ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ആ ബാത്റൂം മുഴുവൻ ക്ലീൻ ചെയ്യണം. നമ്മുടെ പണിയാണ്. ടിപ് ടോപ്പ് ആക്കണം. ഇങ്ങനെ സത്യം പറഞ്ഞാൽ അതൊക്കെ എനിക്ക് നാണക്കേടായിട്ട് തോന്നി. സാറേ ഈ എന്തെങ്കിലും പിസ്റ്റളുമായിട്ട് ആരെങ്കിലും വന്നോ? വന്നിട്ടില്ല. ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ ആയസിന്റെ എന്റെ ചേട്ടൻ ഇവിടെ വാൾഗ്രീൻസിലായിരുന്നു. അതേ സമയത്ത് ഇതുപോലെ നൈറ്റ് ഷിഫ്റ്റ് പകല് UTB പഠിക്കണം. ഇവിടെ വാൾഗ്രീൻസിൽ ഏതോ ഈ സ്റ്റോറിലായിരുന്നു. പുള്ളി കാഷ്യറായിരുന്നു. ഇതുപോലെ നോക്കിക്കൊണ്ട് രാത്രി വന്നു. അത് ഈ ലോക്കർ ഉണ്ടല്ലോ, അത് നമ്പറാണല്ലോ. പിന്നെ പുള്ളിയുടെ ബാങ്കിലായിരുന്നു കണക്ക് കൊണ്ട് കറക്റ്റ് നമ്പർ ഓപ്പണായി അത് തുറന്നു. അവരെ പൈസ എടുത്തുകൊണ്ട് പോയി. ഇങ്ങനെ നിന്ന് പിറ്റേ ദിവസം എല്ലാവരും പറഞ്ഞു മോനെ പണി നിർത്തിക്കോളാൻ പറയും. പിന്നെ വാൾഗ്രീൻസിൽ പോയിട്ട് എനിക്ക് അനുഭവം കിട്ടിയെന്നാന്ന് ചോദിച്ചാല്, പക്ഷേ ഇത് പുള്ളി ഒന്നും ഡെസ്പായില്ലെന്ന് പറഞ്ഞു. അതായത് അവര് കാശ് തുറക്കാൻ പറഞ്ഞു. അവരുടെ ഇതുണ്ടല്ലോ, ബോക്സ് ഉണ്ടല്ലോ, അത് തുറക്കണം. അപ്പൊ അത് നമ്പറിലല്ലോ തുറക്കുന്നത്. കറക്റ്റ് നമ്പറുകൾ മാച്ച് ചെയ്ത് വന്നെങ്കിലേ അത് തുറക്കത്തുള്ളൂ. കറക്റ്റായിട്ട് നമ്പർ വന്നു. അത് നമ്പർ തെറ്റിച്ച് നമ്മൾ കറക്കിയാൽ അവന്മാർ അന്നേരം ഷൂട്ട് ചെയ്ത് പോകും. മനസ്സിലായില്ലേ? അത് തുറന്നു മൊത്തം പോയി. പക്ഷേ അത് സെക്യൂർഡാന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് എംപ്ലോയീസിന് പ്രശ്നമില്ല, കാരണം ഇതെല്ലാം ക്യാമറയാണല്ലോ. പോലീസ് റിക്കവർ ഒന്നും ചെയ്തില്ല. അവരൊന്നും അതിന്റെ പറയുന്നത്. ഞാൻ പിന്നെ എനിക്ക് ആകെ പറ്റിയെന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം. ഒരു പ്രാവശ്യം ഈ പിന്നെ ഉമ്മമാരൊക്കെ വരുന്നത് ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചാണ്ടല്ലോ, ഗ്യാസ് അടിച്ചേച്ച് പിന്നെ പൈസ തരാവുന്ന സ്ഥലം അതിൻ്റെ പുറകെ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ അത് അങ്ങനെയല്ല. അന്ന് പിന്നെ പുറത്ത് വരുന്നവന് ക്രെഡിറ്റ് കാർഡ് പിന്നെ ഇട്ടു. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഇടാതെ എനിക്കൊന്ന് പിന്നെ അന്ന് ചെക്ക് കൊണ്ടും ഏതാണ്ട് മാർഗം എനിക്ക് ഗ്യാസ് അടിച്ചിട്ട് പൈസ തരാതെ പോകുന്ന അന്ന് പാടത്തുമില്ല. അടിച്ചും പോവും. അന്ന് ഇത്രമാത്രമുള്ള ഈ ക്രെഡിറ്റ് കാർഡിന്റെ സിസ്റ്റം ഒന്നും ഇല്ല. അങ്ങനെ പിന്നെ എനിക്ക് വന്ന് നമുക്ക് കൊണ്ട് പൈസ തന്നേച്ചടിക്കുവോ അങ്ങനെയാണ്ടൊക്കെ വൈഫൈ ഒക്കെ പണ്ടങ്ങനെ ഇല്ല. ഗ്യാസ് അടിച്ചിട്ട് പോകാമായിരുന്നു. പിന്നെ പൈസ റിക്കവർ ചെയ്തവരല്ലേ അടയ്ക്കേണ്ടി. പിന്നെ നമുക്ക് നമ്മുടെ ഷോർട്ടേജ് വരും. പിന്നെ ഒരു പ്രാവശ്യം ഒരുത്തനെ സിഗരറ്റ് വേണ്ടി മേടിക്കാനായിട്ട് വന്നു. അപ്പം ഇവിടെ ഈ നമ്മൾ നിൽക്കുന്നതിൻ്റെ മുകളിൽ ഒരു റാക്കുണ്ട്, അതിനകത്ത് സിഗരറ്റ് വെച്ചിട്ടുണ്ട്. ഇവനൊരു ഫുൾ കാർട്ടൺ വേണമെന്ന് പറഞ്ഞുണ്ടാവും അന്ന്. ഞാനത് എടുക്കാനായിട്ട് ബാക്ക് റൂമിലോട്ട് പോയി തന്നപ്പോൾ ഇവനെ ഇതിൻ്റെ മുകളിൽ നിന്ന് വാങ്ങാണ്ടെന്ന് ഒരു കാർട്ടൺ എടുത്തുണ്ട്. അവസാനം തോക്കൊന്നും കൊണ്ടുവന്നു. എന്റെ ഹാരം ഒന്നും പറയണ്ട. അവൻ ഒരുപാട് മലയാളികളെ ശരിക്കും കഷ്ടപ്പെട്ട് തന്നെയാണ് ഒരു ജീവിതം. അതായത് എത്രയോ പേര് ഈ പാകിസ്ഥാനികൾ ബംഗ്ലാദേശികളൊക്കെ മുഴുവൻ ഇപ്പോഴും നിൽക്കുന്നവരെല്ലാം നിർമാത റിസ്കിലാണ് നിൽക്കുന്നവരെയാണ്. കാരണം ഈ സ്റ്റുഡൻസ് വന്നിട്ട് നിൽക്കുന്നു. ആന്ധ്രക്കാരെ മിക്കവാറും വീഴാളാരില്ല. അത് ഇവിടെ ഈ പിന്നെ ഒരുമാതിരിപ്പെട്ട ഗ്യാസ് സ്റ്റാൻഡിലല്ല ഇപ്പം ഓൺ ചെയ്യുന്നത് പാകിസ്ഥാനികളൊക്കെ. ഈ ബ്രെഡ് അടിക്കും ഇത് എനിക്ക് ഇത് രണ്ടും എനിക്ക് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകും. ഇവിടെ ആരൊക്കെയുണ്ട്? മോനും പിന്നെ മോനും അവരെല്ലാം വേറെ വീടാ. ഞങ്ങളുടെ കൂടെ ആരുമില്ല. രണ്ടുപേരും അല്ല ഇളയ കൂട്ടത്തിലുള്ള പുള്ളിക്കാരത്തി റിട്ടയർ ചെയ്തോ?
ആ പുള്ളിക്കാരത്തി പിന്നെ പുള്ളിയും ഇതിന് അറിഞ്ഞാലോ? ആബട്ടില്ലേ ഇല്ല പുള്ളി ആബട്ട് ലാബ് ഓക്കെ. ആബട്ട് ഇല്ലിനോയിൽ ചിക്കാഗോ അവരുടെ ഒരു അത് കെമിക്കൽ പ്ലാന്റ് ആണല്ലോ. അല്ലല്ല അല്ലേ? ഫാർമസ്യൂട്ടിക്കൽ. ആ, പുള്ളി ഫാർമസിസ്റ്റ്. അല്ല പുള്ളിക്കാരത്തി പിന്നെ ലാബായിരുന്നു നാട്ടിൽ വെച്ച്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഈ പിന്നെ ആബട്ടിൻ്റെ ഒരു അവർക്ക് ഈ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന സ്ഥാപനമായിരുന്നു ഇർവിങ്ങിലുണ്ടായിരുന്നു. അവിടെ ആയിരുന്നു. അവിടെ കഴിഞ്ഞ് അവിടെ ആ സെൻറ്റർ അവർ പൂട്ടിയപ്പം പുള്ളിയുടെ ജോലി പോയി, പിന്നോട്ട് പോയി. പുള്ളിക്ക് നല്ല ഡാൻസ് ആണോ ഗഹിഷ്ടാണോ പൊതുവെ ലൈഫിനെ ഒരു ആക്ടിവിറ്റി? പൊതുവെ കാണാനും ഇതൊക്കെ കുറെ കൂടെ എനിക്ക് വന്നത് റേസിംഗും കുറെ കൂടെ കൂടുതലുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ഇവിടത്തെക്കാള് പിന്നെ അവിടെ കുറെ കൂടെ നമ്മളവിടൊക്കെ കുറെ ജോലി കിട്ടാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെ ടെക്നോളജി ഫാംസ് ഒത്തിരി ഉണ്ട് ആ ഭാഗത്ത്. IT പിള്ളേർ ഒത്തിരി ഉണ്ടല്ലേ? ഞാനീ പറഞ്ഞ പിന്നെ ഇതിന് അഡ്മിഷൻ കിട്ടിയത് തന്നെ പിന്നെ ഈ നമ്മുടെ എന്തുവാ കൗണ്ടി ഹോസ്പിറ്റലാകുമ്പത്തിന് കുറച്ചുണ്ട്. എല്ലാം വൈറ്റിന് കൊടുക്കാൻ പറ്റില്ല, എല്ലാം ബ്ലാക്കിന് കൊടുക്കാൻ പറ്റില്ല. ഒരു സർട്ടൻ പെർസെൻറ്റേജ് ആണ്. അന്ന് അവിടെ ഈ സ്കൂളില് എല്ലാ കൊല്ലം 2 മലയാളികളെ എടുക്കും. 2 സീറ്റ് അവർക്ക് ആണ്ട് ഒരു റിസർവ്ഡ് പോലെ ആയിരുന്നു. അത് ഇമിഗ്രൻസ് ഫാമിലിക്ക് വെച്ചിരിക്കുന്നതായിരിക്കും. അല്ല ഇമിഗ്രൻ്റ് ആണല്ല, മലയാളികൾ പിന്നെ 2 പേര്. പിന്നെ ഞങ്ങളുടെ പ്രീവിയസ് ബാച്ചിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു ഈ 2 പേര്. ഓ ശരി. വേറെ ഒത്തിരി പേര് അപ്ലൈ ചെയ്യാൻ 45 പേര് അപ്ലൈ ചെയ്തിട്ടാണ് ഈ 10 പേര് എടുത്തത്. അതിനകത്തൊരു റിട്ടൺ ടെസ്റ്റ് ഒക്കെ തന്നു. അപ്പോഴത്തേന് ഒരു എസ്ഐ എഴുതാനായിട്ടായിരുന്നു ഒരു ടെസ്റ്റ്. നമ്മൾ ഇംഗ്ലീഷിൽ ലിറ്ററേച്ചർ നമുക്ക് എസ്ഐ എഴുതാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അത് എഴുതിയും കിട്ടി. പിന്നെ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഈ ഇവിടെ ഇപ്പം ആയിട്ട് കുറച്ചാളായിട്ട് ഇവിടെ ബ്രിസ്റ്റലായിട്ട് 21 മുതൽ 3 വർഷമാണ്. അപ്പൊ ഈ റൈറ്റേഴ്സ് ഫോറം മലയാളം സൊസൈറ്റി അവരുടെ മീറ്റിംഗ്സിലൊക്കെ എന്താ നിങ്ങൾ 2 പേരും? ഓ എനിക്ക് ഇതുമായിട്ട് ആരും എന്തായാലും നമ്മുടെ അതൊക്കെ ഞാൻ ജോൺ മാത്യു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഞാൻ വരാം. നെല്ലിക്കൊന്ന് വിളിച്ചായിരുന്നു എന്നെ. ഒന്നാമത്തെ കാര്യം ഞാൻ ഇത് മടുത്ത് കാര്യം എന്താന്ന് ചോദിച്ചാൽ ഈ പിന്നെ ലാനയും ലിറ്ററേച്ചർ സാഹിത്യ സംഘടനകളിലെല്ലാം പ്രവർത്തിച്ചിട്ട് പൊതുവെ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരുപാട് ദുരുപയോഗം ചെയ്യും. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അതായത് അവിടുത്തെ ഞാൻ മാറിയിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ സാഹിത്യ സംഘടനയുടെ പേരിട്ടിട്ട് അതിനകത്ത് ഒരാൾ കയറിയിരുന്നു. പുള്ളിയുടെ രീതിയാണ് പുള്ളി നടപ്പാക്കുന്നത്. അതായത് സാഹിത്യമില്ല, ബാക്കി എല്ലാം ഉണ്ട്, ബാക്കി എല്ലാ പൊളിറ്റിക്സും ഉണ്ട്. അതുപോലെ സാഹിത്യ സംഘടനയുടെ മീറ്റിനകത്ത് ചെണ്ടകൂട്ട് മത്സരം, പിന്നെ മലയാളി മംഗ മത്സരം ഒക്കെ കൊണ്ട് വെച്ചു കൊടുത്തു. ഞാൻ അതോട് വേറെ പറഞ്ഞു.